ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബൺമസ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺമസ്ക് ആണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ബട്ടറിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ അതിൻ്റെ തുണി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിനൊരു പാത്രത്തിലിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിലോട്ട് നമ്മൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബന്നൊന്ന് മുറിച്ചെടുക്കാം. ആ മുറിച്ച ബന്നിലേക്ക് നമുക്ക് ഈ ക്രീം ഒന്ന് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മളെ കുളിപ്പിക്കണം കേട്ടോ. നമ്മുടെ ക്രീം ഇട്ട് നമ്മളെ കുളിപ്പിക്കുകയാണ് ബന്നിനെ. കുളിപ്പിച്ച ബന്നിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു ബന്ന് വെച്ചങ്ങ് അടച്ച് മൂടി കൊടുക്കുവാണ് ഗൈസ്. ആരും കാണണ്ട, മറിഞ്ഞിരിക്കട്ടെ. നമ്മളിങ്ങനെ മൂടി വെച്ച് കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇറാനി ചായയിൽ ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് 2-3 ഏലക്ക ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് തേയിലപ്പൊടി ഇട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് മിസ്സാക്കി എടുക്കാം. നന്നായിട്ട് മിസ്സാക്കി എടുത്തിട്ട് നമ്മൾ 5 മിനിറ്റ് അതിനെ അടച്ച് വെച്ചങ്ങ് വേവിച്ചങ്ങ് എടുക്കുക. വെള്ളം നല്ല തിളച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേനും ആ വെള്ളം നല്ല തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അതേസമയം തന്നെ നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിലോട്ട് പാല് തിളയ്ക്കാൻ വെക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കട്ടനാണെങ്കിൽ നമുക്കൊരു പകുതിയോളം ഗ്ലാസ്സിലേക്ക് ഊറ്റാം. അതിനുശേഷം ബാക്കിക്ക് നമുക്ക് ആ പാലും കൂടി ഊറ്റാം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് മധുരം വേണ്ടവരുടെ അനുസരിച്ച് മധുരം ചേർത്ത് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ബൺമസ്ക ആ ഇറാനി ചായയിലേക്ക് മുക്കി കുടിക്കുക. ഗൈസ്, സ്വർഗം കണ്ടു. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്. ബൈ.